ഹായ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മളൊരു ആമിഗുരുമി ട്യൂട്ടോറിയൽ ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ സ്ട്രോബെറി ക്ലാസ്സിൻ്റെ താഴെ ഒരുപാട് പേര് ആമിഗുരുമി ട്യൂട്ടോറിയൽസിന് വേണ്ടി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇന്ന് ഈ ഒരു ക്യൂട്ട് പ്രൊഡക്റ്റ്, അതായത് ഒരു ബെയർ കീഷെയിൻ, ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഗിവ് അവേയുടെ വിന്നറെ നമ്മൾ ഈ വീഡിയോയിൽ അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു യെല്ലോ വൈറ്റ് കോമ്പിനേഷനിലാണ് ഇന്നിവിടെ ചെയ്ത് കാണിക്കുന്നത്. രണ്ടും കോട്ടൺ 4-ply ആണെന്നാണ്. ഹുക്ക് സൈസ് 2.5 mm ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 mm ഹുക്ക് വെച്ചിട്ടും സെയിം ചെയ്യാം. അപ്പോൾ നമുക്ക് ഹെഡ് ചെയ്യാം. ആദ്യം തന്നെ മാജിക് സർക്കിൾ ഇട്ട് കൊടുക്കുക, അഥവാ മാജിക് റിങ്. അതിൽ നിന്നാണ് ഈ വീടിൻ്റെ എല്ലാ സാധനങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അപ്പോൾ നമ്മൾ ആദ്യം ഇതിട്ട് കൊടുത്തു. എന്നിട്ട് നമുക്കിതാ ഈ എൻഡ് പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ച് ഇതിൻ്റെ സൈസ് റിങ്ങിൻ്റെ അഡ്ജസ്റ്റ് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മാജിക് റിങ്ങിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ അധികം പറയുന്നില്ല. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണ് മാജിക് റിങ് ഇടാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ക്ലാസ് ഒന്ന് കണ്ടാൽ മതി. ലിങ്ക് മേലെ കൊടുത്തേക്കാം. അപ്പോൾ മാജിക് റിങ് ഇട്ടു. ഇനി ഇതിൻ്റെ അകത്തേക്ക് 6 SC അഥവാ 6 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യത്തെ സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് ഇനി അത് തിരിച്ചറിയാനായിട്ട് നമ്മൾ റൗണ്ട് 1 കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് റൗണ്ട് 2 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് അറിയണം. ഓരോ റൗണ്ട്സിൻ്റെയും സ്റ്റാർട്ടിങ് സ്റ്റിച്ച് നമുക്ക് അറിയേണ്ടതുകൊണ്ട് നമ്മൾ ഈ പ്രൊജക്റ്റിൽ എല്ലാ റൗണ്ട്സിൻ്റെയും ഫസ്റ്റ് സ്റ്റിച്ചിൽ സ്റ്റിച്ച് മാർക്കർ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റിച്ചിൽ ഈ പറഞ്ഞ പോലെ സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുത്തു. എന്നിട്ടാണ് ബാക്കിയുള്ളത് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ വർക്ക് ചെയ്യുക എളുപ്പത്തിന് ഇതിങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് റിങ്ങിൻ്റെ സൈസ്. ഇനി സെക്കൻഡ് സ്റ്റിച്ച് ചെയ്തു. ബാക്കിയുള്ള സ്റ്റിച്ചസും നമുക്ക് ഇതിലേക്ക് തന്നെ ചെയ്ത് കൊടുക്കാം. 3rd 4th 5th ആൻഡ് 6th കഴിഞ്ഞിട്ട് നമുക്ക് ഈ റിങ് കംപ്ലീറ്റ് ആയിട്ടും ഇങ്ങനെ വലിച്ച് ക്ലോസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ റൗണ്ട് 1 കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് റൗണ്ട് 2 സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. എന്നിട്ട് ആ സ്റ്റിച്ച് മാർക്കർ കിടന്നിരുന്ന ആ സ്റ്റിച്ചിൻ്റെ അകത്തേക്ക് 2 SC ചെയ്ത് കൊടുക്കുക. അതായത് സെയിം സ്റ്റിച്ചിലേക്ക് 2 സ്റ്റിച്ചസ് ചെയ്യുക. ഇതാണ് ഇൻക്രീസിങ് സ്റ്റിച്ച്. ഇത് നമ്മൾ ആ സ്ട്രോബെറിയുടെ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ കണ്ടു, ഈ 2 സ്റ്റിച്ചസ് ആണ് റൗണ്ട് 2ൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് മറക്കാതെ സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കുക. ഇനി ബാലൻസ് 1 2 3 4 5 സ്റ്റിച്ചസ് ഉണ്ട്. ആ 5 സ്റ്റിച്ചിലെ ഓരോന്നിലേക്കും ഈ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം നമ്മൾ ഫസ്റ്റിൽ ചെയ്തില്ലേ അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ രണ്ടാമത്തേൽ ചെയ്തു. ഇനിയിപ്പോൾ ഇതാ മൂന്നാമത്തേൽ 1 2 2 ചെയ്യുന്നു. ഇനി ഇതാ നാലാമത്തേൽ 1 2 ചെയ്യുന്നു. അഞ്ചാമത്തേലും 1 2 ചെയ്യുന്നു. ആറാമത്തേലും കൂടെ ചെയ്ത് കൊടുക്കുക. 1 2 അങ്ങനെ നമ്മൾ സെക്കൻഡ് റൗണ്ടിൽ എല്ലാ സ്റ്റിച്ചിലും ഇൻക്രീസ് സ്റ്റിച്ചാണ് ചെയ്തത്. ഇനിയിപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ കിട്ടിയ സ്റ്റിച്ചസ് ഒന്ന് കൗണ്ട് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 11 12 ആയിരിക്കും കിട്ടിയിട്ടുള്ള സ്റ്റിച്ചസിൻ്റെ എണ്ണം. അത് ഒന്ന് കൗണ്ട് ചെയ്ത് നിങ്ങൾ ഉറപ്പാക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ റൗണ്ട് 2 കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ ഈ റൗണ്ട് 3 ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ ഊരുക. എന്നിട്ട് ആ സ്റ്റിച്ച് മാർക്കർ കിടന്ന ആ സ്റ്റിച്ചില്ലേ അതിൻ്റെ അകത്തേക്ക് ഇവിടെ ഒരു SC ചെയ്യുന്നുള്ളൂ. റൗണ്ട് 2 പോലെയല്ല, വ്യത്യാസമുണ്ട്. ഒരു സ്റ്റിച്ചേ നമ്മൾ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് മറക്കാതെ തന്നെ അതിൻ്റെ അകത്തേക്ക് സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്യുക. നിങ്ങൾക്ക് ഇനി ഈ സാധനം കയ്യിലില്ലെങ്കിൽ നമ്മുടെ സേഫ്റ്റി പിൻ ഇല്ലേ അത് യൂസ് ചെയ്യാം കേട്ടോ. അത് ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്താലും മതി. ഇനിയിപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തു. 3rd റൗണ്ടിലെ ഫസ്റ്റ് ചെയ്തു. ഇനി തൊട്ടടുത്ത സ്റ്റിച്ചിൽ അതിൻ്റെ അകത്തേക്ക് നിങ്ങളിവിടെ ഇൻക്രീസ് ചെയ്യണം. അതായത് തൊട്ടടുത്ത സ്റ്റിച്ചിലേക്ക് നമ്മൾ സെക്കൻഡ് റൗണ്ടിൽ ചെയ്ത പോലെ സെയിം സ്റ്റിച്ചിലേക്ക് 2 സ്റ്റിച്ച് ചെയ്യാം. ഇതിൻ്റെ തൊട്ടടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു SC ചെയ്യുക. എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്തയിലേക്ക് വീണ്ടും ഇൻക്രീസിങ് ചെയ്യുക. അതായത് 2 സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും അടുത്തതിലേക്ക് ഒരു SC ചെയ്യുക. അതിൻ്റെ അടുത്തതിലേക്ക് 2 SC ചെയ്യുക. അതായത് ഇവിടെ ഇടവിട്ട സ്റ്റിച്ചസിലാണ് നമ്മൾ ഇൻക്രീസിങ് സ്റ്റിച്ച് വർക്ക് ചെയ്യുന്നത്. അതായത് ഒരെണ്ണത്തിൽ SC ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തതിൽ ഇൻക്രീസിങ് ചെയ്യുക. പിന്നെ അതിൻ്റെ തൊട്ടടുത്തതിൽ ഒരു സ്റ്റിച്ച് ചെയ്യുക, ഒരു SC ചെയ്യുക. അങ്ങനെ ആ ഒരു രീതിക്കാണ് നമ്മൾ ഈ റൗണ്ട് മൊത്തം കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്.
നിങ്ങൾ സ്റ്റിച്ചസ് ഒന്ന് ജസ്റ്റ് കൗണ്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ട സ്റ്റിച്ചസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 18 ആയിരിക്കും, 18. അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ തേർഡ് റൗണ്ട് ചെയ്ത് കറക്റ്റാണ്. അപ്പോൾ അതൊന്ന് എണ്ണി നോക്കുക. ഇനി നമുക്ക് ഫോർത്ത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് ആ സ്റ്റിച്ചിലേക്ക് ഒരു SC ചെയ്യുന്നു. തൊട്ടടുത്ത സ്റ്റിച്ചിലേക്കും ഒരു SC തന്നെ ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഫോർത്ത് റൗണ്ടിലെ ഫസ്റ്റ് സ്റ്റിച്ചിലും മറക്കാതെ സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് തേർഡ് സ്റ്റിച്ചിലേക്കാണ് നമ്മൾ ഇവിടെ ഇൻക്രീസിങ് ചെയ്യുന്നത്, അതായത് മൂന്നാമത്തെ സ്റ്റിച്ചിലേക്ക്. അപ്പോൾ ഫോർത്ത് റൗണ്ടിലെ പാറ്റേൺ വരുന്നത് SC SC ഇൻക്രീസ് ആണ്. അതായത് തൊട്ടടുത്ത 2 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ വീതം വർക്ക് ചെയ്തിട്ട് മൂന്നാമത്തേതിൽ വേണം ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു പാറ്റേൺ യൂസ് ചെയ്തിട്ട് ഈ റൗണ്ട് മൊത്തം കംപ്ലീറ്റ് ചെയ്യുക. അതായത് ഇനിയിപ്പോൾ ഇൻക്രീസിങ് ചെയ്തല്ലോ, ഇനി തൊട്ട് അടുത്ത 2 SC SC ഇൻക്രീസ്, SC SC ഇൻക്രീസ്, SC SC ഇൻക്രീസ്, ആ ഒരു രീതിക്ക് ഫോർത്ത് റൗണ്ട് മൊത്തം കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ ഫോർത്ത് റൗണ്ടും കംപ്ലീറ്റ് ചെയ്തെടുത്തു. ഫോർത്ത് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ സ്റ്റിച്ചസ് കൗണ്ട് ചെയ്യുക. അപ്പോൾ 24 ആയിരിക്കണം കിട്ടിയിരിക്കുന്ന സ്റ്റിച്ചസിൻ്റെ എണ്ണം. ഇനി ഫിഫ്ത്ത് റൗണ്ട് ചെയ്യാം. ഫിഫ്ത്ത് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. എന്നിട്ട് ആ സ്റ്റിച്ചിലേക്ക് ഒരു SC ചെയ്ത് കൊടുത്തു. എന്നിട്ട് അപ്പം തന്നെ മറക്കാതെ സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്തേക്കുക. തൊട്ട് 2 സ്റ്റിച്ചസിലേക്കും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം തന്നെയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ റൗണ്ടിൽ 3 സ്റ്റിച്ചസിൽ അടുപ്പിച്ച് ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തിട്ട് നാലാമത്തേതിലേക്കാണ് ഇൻക്രീസിങ് ചെയ്യുന്നത്. അതായത് 3 SC ഇൻക്രീസ് ആയിരിക്കും ഈ ഒരു ഫിഫ്ത്ത് റൗണ്ടിന്റെ പാറ്റേൺ വരുന്നത്. ഇപ്പോൾ ദാ ഇൻക്രീസിങ് ചെയ്ത് നിർത്തി. ഇനി വീണ്ടും തൊട്ടടുത്ത 3 സ്റ്റിച്ചസിലേക്ക് നമ്മൾ ഓരോ സ്റ്റിച്ച് വീതം ചെയ്യുന്നുള്ളൂ. അതായത് ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നാലാമത്തേത് വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് വേണം ഇൻക്രീസിങ് ചെയ്ത് കൊടുക്കാനായിട്ട്. ക്ലിയർ ആയെന്ന് വിചാരിക്കണോ? ഇനിയിപ്പോൾ ഈ ഒരു രീതിക്ക് ഈ ഒരു റൗണ്ട് മൊത്തം ഫിഫ്ത്ത് റൗണ്ട് മൊത്തം ചെയ്ത് എടുക്കുക. അതായത് 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് അടുപ്പിച്ച് ചെയ്തിട്ട് നാലാമത്തേക്ക് SC. അങ്ങനെ ഫിഫ്ത്ത് റൗണ്ടും കംപ്ലീറ്റ് ചെയ്തു. റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ട സ്റ്റിച്ചസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 30 ആണ്. അത് കൗണ്ട് ചെയ്ത് ഉറപ്പാക്കുക. അപ്പോൾ ഇനി നമുക്ക് റൗണ്ട് 6 ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുന്നു. ആ സ്റ്റിച്ചിലേക്ക് ഒരു SC ചെയ്യുന്നു. എന്നിട്ട് അങ്ങോട്ട് തിരിച്ച് സ്റ്റിച്ച് മാർക്കർ അറ്റാച്ച് ചെയ്യണം. അപ്പം നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത് 6th റൗണ്ടാണ് അല്ലേ. 1 2 3 4 5 റൗണ്ട്സ് ഇവിടെ കാണാം. 1 2 3 4 5 റൗണ്ട്സ് കംപ്ലീറ്റ് ചെയ്തു. 6th റൗണ്ടിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. 6th റൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത് ഈ ഓരോ സ്റ്റിച്ചുകളിലേക്കും ഓരോ സ്റ്റിച്ച് ചെയ്താണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യാൻ വളരെ ഈസിയാണ്. ഓരോ സ്റ്റിച്ചിലേക്കും ഇതുപോലെ ഓരോ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുത്താൽ മതി. ഈ റൗണ്ട് 6 കഴിഞ്ഞ് റൗണ്ട് 7ഉം റൗണ്ട് 8ഉം റൗണ്ട് 9ഉം ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അതായത് ഇൻക്രീസിങ് സ്റ്റിച്ച് ഒന്നിലും വരണില്ല. ഓരോ സ്റ്റിച്ചിലും ഓരോ സ്റ്റിച്ച് വീതം ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ ഞാനിവിടെ 6th റൗണ്ടാണ് ഈ വർക്ക് ചെയ്ത് കാണിക്കുന്നത്. നിങ്ങളതുപോലെ 6th കംപ്ലീറ്റും 7ഉം 8ഉം 9ഉം കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ അത്രയും കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാം. അങ്ങനെ 9 റൗണ്ട്സ് ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേനും കണ്ടത് ഇങ്ങനെ ഒരു ഷേപ്പിലേക്ക് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ജസ്റ്റ് റൗണ്ട്സ് ഒന്ന് കൗണ്ട് ചെയ്ത് കാണിക്കാം. നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. 1 2 3 4 5 6 7 8 9 കണ്ടോ. 9 റൗണ്ട്സ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് 10th റൗണ്ട് ചെയ്യാം. 10th റൗണ്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുന്നു. എന്നിട്ട് ആ സ്റ്റിച്ചിലേക്ക് ഒരു SC ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നു. എന്നിട്ട് ഹുക്ക് തിരിച്ച് അതിലേക്ക് അറ്റാച്ച് ചെയ്യുന്നു. നെക്സ്റ്റ് 3 സ്റ്റിച്ചസിൽ ഓരോ
SC വീതം തന്നെ വർക്ക് ചെയ്യുന്നു. 1 2 3 സ്റ്റിച്ചസിൽ SC വർക്ക് ചെയ്തു. എന്നിട്ട് നാലാമത്തേതിൽ ഇൻക്രീസ് ചെയ്യുന്നു. അതായത് 10th റൗണ്ടിൽ നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് 4 സ്റ്റിച്ചസിൽ ഓരോ SC വീതം തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. 1 2 3 4 എന്നിട്ട് 5th ഒരു ഇൻക്രീസ് ചെയ്യുന്നു. അതായത് 10th റൗണ്ടിലെ പാറ്റേൺ വരുന്ന 4 SC ഇൻക്രീസ് ആണ്. തൊട്ടടുത്ത 4 സ്റ്റിച്ചസിൽ ഓരോ SC വീതം നമ്മൾ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് 5ാമത്തെ സ്റ്റിച്ചിലാണ് ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു രീതിക്ക് നമുക്ക് ഈ ഒരു പാറ്റേൺ യൂസ് ചെയ്തിട്ട് ഈ റൗണ്ട് മൊത്തം കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ടെൻത്ത് റൗണ്ട് കൂടെ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് 11 ചെയ്യാം. 11 നമ്മൾ 6 ചെയ്ത സെയിം വേ ആണ്. അതായത് ഓരോ സ്റ്റിച്ചിലും ഓരോ സ്റ്റിച്ച് വീതം തന്നെ ചെയ്യുന്നുള്ളൂ, ഇൻക്രീസിങ് സ്റ്റിച്ച് വരുന്നില്ല. അപ്പോൾ 11th റൗണ്ട് ഇങ്ങനെ നമ്മൾ ഓരോ സ്റ്റിച്ചിലും ഓരോ സ്റ്റിച്ച് വീതം തന്നെ ചെയ്ത് കൊടുക്കുക. വേറെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. അങ്ങനെ 11 കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം 12ഉം ഈ ഒരു രീതിക്ക് തന്നെ ചെയ്യാവുന്നതാണ്. അതായത് ഓരോ സ്റ്റിച്ചിലും ഓരോ സ്റ്റിച്ച് വീതം തന്നെ ചെയ്യുക. അതായത് ഇൻക്രീസിങ് സ്റ്റിച്ച് 11ത്തിലും 12ത്തിലും വേണ്ട. അപ്പോൾ ഈ ഓരോ സ്റ്റിച്ചിലും ഓരോ സ്റ്റിച്ച് വീതം ചെയ്ത് 11ത്തും 12ത്തും കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാം. അപ്പോൾ അതവിടെ 11ത്തും 12ത്തും കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പം നമുക്ക് 13th സ്റ്റാർട്ട് ചെയ്യണം. 13th റോ മുതൽ നമ്മൾ ഡിക്രീസിങ് സ്റ്റിച്ചസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്ക് 13th എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് സ്റ്റിച്ച് മാർക്ക് റിമൂവ് ചെയ്തിട്ട് ആദ്യം തന്നെ അതിലേക്കൊരു SC തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അതിലൊന്നും വ്യത്യാസമില്ല. എന്നിട്ട് തിരിച്ച് സ്റ്റിച്ച് മാർക്കർ അങ്ങോട്ട് തന്നെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഇനി തൊട്ടടുത്തുള്ള 3 സ്റ്റിച്ചസിലും ഓരോ SC കൂടെ ചെയ്യാം. 1 2 3 ഇങ്ങനെ ചെയ്തു. ഇനിയാണ് നമ്മൾ ഡിക്രീസിങ് ചെയ്യുന്നത്. നമ്മൾ SC ഡിക്രീസ് സിംഗിൾ ക്രോഷ്യ 2 ടുഗദർ എന്നൊക്കെ പറയുന്ന സ്റ്റിച്ച്. അപ്പോൾ അതിനായിട്ട് ശ്രദ്ധിക്കുക. തൊട്ടടുത്ത സ്റ്റിച്ച് ഈ 2 സ്റ്റിച്ചിനെയും കൂടിയിട്ട് ഈ 1 2നെ നമ്മൾ ഒന്നാക്കുകയാണ്. അപ്പോൾ അതിനെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഫ്രണ്ട് ലൂപ്പ് ഉണ്ടല്ലോ, ഇതിൻ്റെ ഈ ഫ്രണ്ട് ലൂപ്പ് കൂടെ മാത്രം ഞാൻ ഹുക്ക് ഇൻസേർട്ട് ചെയ്തു. എന്നിട്ട് ഇതാ തൊട്ടടുത്ത സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് കൂടെ ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തു. എന്നിട്ട് യാൺ ഓവർ ചെയ്തിട്ട് ഈ 2 ലൂപ്പിൻ്റെ അകത്തൂടെ ഇങ്ങനെ വലിച്ചെടുത്തു. അപ്പോൾ ഹുക്കിൽ 2 ലൂപ്സ് ആയിട്ട് കിട്ടും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ 2ൻ്റെ അകത്തൂടെ ഒരു ലൂപ്പ് വലിച്ചെടുത്തു. കണ്ടോ, ഇതാണ് ഒരു സ്റ്റിച്ച്, ഒരു ഡിക്രീസിങ് സ്റ്റിച്ച്. ഇനി നമ്മൾ വീണ്ടും തൊട്ടടുത്ത 4 സ്റ്റിച്ചിൽ ഓരോ SC വീതം തന്നെ ചെയ്ത് കൊടുക്കുക. നോർമൽ സ്റ്റിച്ച് തന്നെ. 3rd വൺ ഇപ്പോൾ ഇതാ 4th ആയി. എന്നിട്ട് 4 എണ്ണം കഴിഞ്ഞാൽ വീണ്ടും ഡിക്രീസിങ് റിപ്പീറ്റ് ചെയ്യുക. കണ്ടോ, ഇതിൻ്റെ ഈ ഫ്രണ്ട് ലൂപ്പ് കൂടെ മാത്രമായിട്ട് ഹുക്ക് കയറ്റി കൊടുക്കുക. തൊട്ടടുത്തതിൻ്റെ ഫ്രണ്ട് ലൂപ്പ് കൂടെ മാത്രമായിട്ട് ഹുക്ക് കയറ്റി കൊടുക്കുക. എന്നിട്ട് 2ൻ്റെ അകത്തൂടെ ഞാൻ വലിച്ചെടുത്ത് 2നെയും കൂടെ ഒന്നാക്കുക. കണ്ടോ, അപ്പോൾ വീണ്ടും ഒരു ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്തു. ഇനി വീണ്ടും തൊട്ടടുത്ത 4 സ്റ്റിച്ചിൽ ഓരോ SC വീതം തന്നെയാണ് ചെയ്യുന്നത്. 1 2 3 4 എന്നിട്ട് വീണ്ടും 4 എണ്ണം കഴിഞ്ഞാൽ ഡിക്രീസിങ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് കൂടെ എടുത്തു, സെക്കൻഡിൻ്റെ എടുത്തു, എന്നിട്ട് 2ൻ്റെ അകത്തൂടെ വലിച്ചെടുത്തു. എൻ്റെ ഈ 2നെയും കൂടെ ഒന്നാക്കുക. കണ്ടോ, അപ്പോൾ നമ്മുടെ ഈ റോയുടെ ഇത് കുറഞ്ഞു വരും. അപ്പോൾ ഈ ഒരു രീതിക്ക് 4 സ്റ്റിച്ചിൽ കണ്ടിന്യൂസ് ആയിട്ട് SC വർക്ക് ചെയ്യുക. പിന്നെ 2 സ്റ്റിച്ചിൻ്റെ കൂടെ കൂട്ടി ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്യുക, SC 2 ടുഗദർ ചെയ്യുക. അങ്ങനെ ആ ഒരു രീതിക്ക് ഈ ഒരു റോ മൊത്തം ചെയ്തെടുക്കുക. അപ്പം നമുക്ക് നെക്സ്റ്റ് റൗണ്ട് ചെയ്യാം. നെക്സ്റ്റ് റൗണ്ട് ചെയ്യാനായിട്ട് വീണ്ടും സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുന്നു. എന്നിട്ട് അതിലേക്ക് ഒരു SC ചെയ്യണു. സ്റ്റിച്ച് മാർക്കർ തിരിച്ച് അറ്റാച്ച് ചെയ്യുന്നു. ഇനി തൊട്ടടുത്ത 2 സ്റ്റിച്ചിലേക്കാണ് SC വർക്ക് ചെയ്യുന്നത്. 1 2 എന്നിട്ട് 3ാമത്തെയും 4ാമത്തെയും നമ്മൾ ചേർത്തിട്ട് നേരത്തെ പോലെ ഡിക്രീസിങ് ചെയ്യണേ. ഇങ്ങനെ ഫ്രണ്ട് ലൂപ്പ് മാത്രം തൊട്ടടുത്ത 2 സ്റ്റിച്ചസിൻ്റെ എടുക്കുക. എന്നിട്ട് 2ൻ്റെ അകത്തൂടെ എടുത്ത് ഈ 2ൻ്റെ അകത്തൂടെ ഒന്നുകൂടെ എടുത്ത് ഡിക്രീസിങ് ചെയ്യാം.
ഇനി വീണ്ടും തൊട്ടടുത്ത 3 സ്റ്റിച്ചസിൽ ഓരോ ഓരോ സിംഗിൾ ക്രോഷ്യ വീതം വർക്ക് ചെയ്യുക. എന്നിട്ട് 4ഉം 5ഉം ഇങ്ങനെ ചേർത്ത്, എന്നിട്ട് 4ഉം 5ഉം ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ മുന്നേ ചെയ്ത പോലെ ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. വീണ്ടും തൊട്ടടുത്ത 3 സ്റ്റിച്ചസ് ചെയ്യുക. 1 2 3 എന്നിട്ട് 4ഉം 5ഉം എടുത്ത് ഇങ്ങനെ എടുത്തിട്ട് ഡിക്രീസിങ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ റൗണ്ടിൽ നമ്മൾ എന്താ ചെയ്ത് കൊടുക്കേണ്ടത്? തൊട്ടടുത്ത 3 സ്റ്റിച്ചിൽ ഓരോ വീതം ചെയ്തിട്ട് 4th 5th ആണ് ഒരുമിച്ച് ഡിക്രീസിങ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ ഈ ഒരു റൗണ്ട് മൊത്തം കംപ്ലീറ്റ് ചെയ്യാം. ഞാനത് 14th റൗണ്ട് ഞാനിവിടെ ചെയ്തെടുത്തു. ഇനി നമുക്ക് 15th ചെയ്യാം. അതിനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുന്നു. അതിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുന്നു. സ്റ്റിച്ച് മാർക്ക് തിരിച്ച് അറ്റാച്ച് ചെയ്യുന്നു. തൊട്ടടുത്ത സ്റ്റിച്ചിലേക്കും കൂടെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്ത 2 സ്റ്റിച്ചസ് ഇല്ലേ, അതിലേക്കാണ് നമ്മൾ ഈ റൗണ്ടിൽ ഡിക്രീസിങ് വർക്ക് ചെയ്യുന്നത്. ഈ പറഞ്ഞ ഡിക്രീസിങ് ചെയ്യുമ്പോൾ എപ്പോഴും ഫ്രണ്ട് ലൂപ്പ് മാത്രം എടുത്ത് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി വീണ്ടും തൊട്ടടുത്ത 2 എണ്ണത്തിൽ നമ്മൾ സിംഗിൾ ക്രോഷ്യ ഓരോന്ന് വീതം ചെയ്യുന്നു. തൊട്ടടുത്ത 2 എണ്ണത്തിൻ്റെ ഫ്രണ്ട് ലൂപ്പിലൂടെ എടുത്തിട്ട് നമ്മൾ ഡിക്രീസിങ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു പാറ്റേൺ യൂസ് ചെയ്തിട്ട്, അതായത് 2 SC ചെയ്യുക തൊട്ടടുത്ത 2 സ്റ്റിച്ചിൽ, പിന്നെ ഡിക്രീസിങ് ചെയ്യുക, വീണ്ടും 2 SC ഡിക്രീസ്, ആ ഒരു പാറ്റേണിൽ ഈ റൗണ്ട് മൊത്തം കംപ്ലീറ്റ് ചെയ്യാം. ഈ റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേനും കണ്ടോ നമ്മുടെ ഹെഡ് ഏതാണ്ട് ക്ലോസ് ആവാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്റ്റേജിൽ ഇതിങ്ങനെ കുറച്ച് നീട്ടിയിട്ടിട്ട് സ്റ്റിച്ച് മാർക്കർ അഴിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഫില്ലിങ് ചെയ്ത് കൊടുക്കാം. കുറച്ച് അടുത്ത റൗണ്ടും കൂടെ ആകുമ്പോഴത്തേനും ഈ ഗ്യാപ്പ് വളരെ ചെറുതാവും. അപ്പോൾ പിന്നെ ഫില്ല് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ നമ്മുടെ പോളിഫൈബർ, നമ്മൾ സ്ട്രോബെറിയുടെ ക്ലാസ്സിൽ പരിചയപ്പെട്ടിട്ടുണ്ട് ഇതിനെ അല്ലേ, ഈ ഒരു ഫില്ലിങ്. അപ്പോൾ അതിനെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഈ ഹുക്കിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഇങ്ങനെ തള്ളി കൊടുക്കുകയാണെങ്കിൽ കുറച്ച് എളുപ്പമുണ്ടാവും ഫില്ല് ചെയ്യാനായിട്ട്. അപ്പോൾ അത് നല്ല ഫോമായിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം. അതിൻ്റെ പ്രൊഡക്റ്റ് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മേടിക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഇങ്ങനെ ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്നാണല്ലോ സ്റ്റിച്ച് മാർക്ക് റിമൂവ് ചെയ്തേ, അതിലേക്ക് ആദ്യം തന്നെ ഒരു SC ചെയ്ത് കൊടുക്കണോ. എന്നിട്ട് അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കൂ. സ്റ്റിച്ച് മാർക്കർ എപ്പോഴാണ് നമുക്ക് റൗണ്ടിൻ്റെ ഇത് അറിയേണ്ട ആവശ്യം വരാമെന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കൂ. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റത്തേൽ നമ്മൾ SC ചെയ്ത് സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്തു. ഇനി അതിൻ്റെ തൊട്ടടുത്തതിൽ ഡിക്രീസിങ് ആണ് ചെയ്യുന്നത്. ഡിക്രീസിങ് ചെയ്തു. വീണ്ടും തൊട്ടടുത്തതിൽ ഒരു SC ആണ് ചെയ്ത് കൊടുക്കുന്നത്, സിംഗിൾ ക്രോഷ്യ. അതിനുശേഷം വീണ്ടും തൊട്ടടുത്ത 2 എണ്ണത്തിലും കൂടെ ഡിക്രീസിങ് ചെയ്യുന്നു. വീണ്ടും തൊട്ടടുത്തതിൽ ഒരു SC ചെയ്ത് കൊടുക്കണു. വീണ്ടും തൊട്ടടുത്ത 2 എണ്ണം ഡിക്രീസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഈ ഒരു രീതിക്ക് SC ഡിക്രീസ്, SC ഡിക്രീസ്, SC ഡിക്രീസ്, അങ്ങനെ ഈ റൗണ്ട് മൊത്തം ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ ഹെഡിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കുറച്ച് തുന്നാനുള്ള ഒരു ലെങ്ത്ത് വിട്ടിട്ട് യാണ് ഇവിടെ കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. എന്നിട്ട് ഇതുണ്ടല്ലോ, ഇപ്പം ഇങ്ങനെയാണ് നിർത്തിയിരിക്കുന്നത്, അതിനെ ഇങ്ങനെ അങ്ങോട്ട് പുള്ള് ചെയ്തേക്കുക. എന്നിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്താൽ അത് ഓക്കെ ആയി, സെറ്റായി. ഇനി ഇതൊരു നീഡിൽ അറ്റാച്ച് ചെയ്യുക. എന്നിട്ട് ഇനി ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക. തൊട്ടടുത്ത സ്റ്റിച്ച്, ഇനിതാ തൊട്ടടുത്ത സ്റ്റിച്ച്, അതായത് ഇതിൻ്റെ ഈ ഫ്രണ്ട് ലൂപ്പ് കൂടെ മാത്രം അങ്ങനെ എടുക്കുക. എന്നിട്ട് ഇങ്ങനെ പുള്ള് ചെയ്തു.
വീണ്ടും തൊട്ടടുത്ത സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് കൂടെ എടുത്തു, പുള്ള് ചെയ്തു, തൊട്ടടുത്ത സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് കൂടെ എടുത്തു, പുള്ള് ചെയ്തു, തൊട്ടടുത്തതിൻ്റെ പുള്ള് ചെയ്തു, തൊട്ടടുത്തതിൻ്റെ പുള്ള് ചെയ്തു, തൊട്ട് അടുത്തതിൻ്റെ പുള്ള് ചെയ്തു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഫ്രണ്ട് ലൂപ്പ് കൂടെ മാത്രമായിരിക്കണം കേട്ടോ എടുക്കേണ്ടത്. ആ ഒരു കാര്യം മാത്രമാണ് ശ്രദ്ധിക്കേണ്ടുള്ളൂ. തൊട്ടടുത്തത് പുള്ള് ചെയ്തു, തൊട്ടടുത്തത് പുള്ള് ചെയ്യുന്നു, തൊട്ടടുത്തത് പുള്ള് ചെയ്യുന്നു, തൊട്ടടുത്തത് പുള്ള് ചെയ്യണു, ഫൈനലി ലാസ്റ്റിൽ കൂടെയും പുള്ള് ചെയ്യണം. പുള്ള് ചെയ്ത് പുള്ള് ചെയ്ത് പുള്ള് ചെയ്ത് ഇതങ്ങോട്ട് വലിക്കുക. കണ്ടോ? അപ്പോൾ നമുക്ക് നീറ്റായിട്ട് അതിൻ്റെ ബോട്ടം ക്ലോസ് ആയി കിട്ടി. അപ്പോൾ ഇതാ കണ്ടില്ലേ, വേറെ ഹെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അപ്പോൾ ഇനിയിപ്പോൾ ബാലൻസ് ചെയ്യേണ്ട കട്ട് ചെയ്ത് മാറ്റാനേ ഉള്ളൂ. അതിന് ഇതുപോലെ സെൻറ്റർ കോഡ് അങ്ങ് എടുത്തിട്ട് ചുമ്മാ ഏതിലെങ്കിലും ഒന്ന് പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ വേണമെങ്കിൽ സെക്യൂർ ചെയ്യാൻ വേറെ ഒരു സ്ഥലത്തൂടെ വേണമെങ്കിൽ ഒന്ന് എടുക്കുക. എന്നിട്ട് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ചേർത്ത് കട്ട് ചെയ്യാം. കണ്ടോ? അപ്പോൾ അറിയൊന്നുമില്ല അങ്ങനെ. കണ്ടോ? ഇതിപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. നെക്സ്റ്റ് ഇനി ഇയേഴ്സ് ചെയ്യാം. ഇയേഴ്സ് ചെയ്യാനും ആദ്യം തന്നെ മാജിക് സർക്കിളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മാജിക് സർക്കിൾ ഇട്ടതിന് ശേഷം അതിലേക്ക് 6 SC തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. 6 ചെയ്തതിന് ശേഷം അതിനെ നമുക്ക് തിരിച്ചറിയണം. റൗണ്ട് 1 ചെയ്ത് വരുമ്പോൾ അതിനായിട്ട് അതിനൊരു സ്റ്റിച്ച് മാർക്കർ ഇട്ടിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ബാലൻസ് ഉള്ള 5 സ്റ്റിച്ചസ് കൂടെ ഇതിലേക്ക് തന്നെ ചെയ്ത് കൊടുക്കുക. 2 3 4 5 6 സ്റ്റിച്ചസ് ചെയ്തിട്ട് ഈ എൻഡ് പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചിട്ട് സർക്കിൾ ക്ലോസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ സ്റ്റിച്ച് മാർക്കർ ഇട്ട് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിലേക്ക് നമ്മൾ ഒരു ഇൻക്രീസിങ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അതായത് ഈ സെയിം സ്റ്റിച്ചിൽ തന്നെ മുന്നേ ചെയ്ത പോലെ 2 SC അഥവാ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ അതാ 1 2 ചെയ്തു. ഫസ്റ്റ് സ്റ്റിച്ചിനെ ഞാൻ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മൾ എല്ലാ റൗണ്ടിലും ഫസ്റ്റ് സ്റ്റിച്ചിനെ ഇതുപോലെ മാർക്ക് ചെയ്ത് വെക്കണം കേട്ടോ. ഇനി ബാക്കി 5 സ്റ്റിച്ച് ഉണ്ടല്ലോ, ആ 5 സ്റ്റിച്ചിലും ഇതുപോലെ ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്യുക. അതായത് ഓരോ സ്റ്റിച്ചിലും ഈ 2 സ്റ്റിച്ച് വീതം ചെയ്തിട്ട് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ സെക്കൻഡിൽ ചെയ്തു, ഇനി ഇതപ്പോൾ തേർഡിൽ ചെയ്യണോ, 4th 5th 6th സെയിം വേ ഓരോ സ്റ്റിച്ചിലും 2 സ്റ്റിച്ച് വീതം ഇട്ടിട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതങ്ങനെ റൗണ്ട് 2 ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ഈ ടോട്ടൽ സ്റ്റിച്ചസിൻ്റെ കൗണ്ട് ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 12 ആയിരിക്കും ഉണ്ടായിരിക്കുക. അതൊന്ന് ഉറപ്പാക്കിയേക്കുക. ഇനി നമുക്ക് തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ ഉരുവിയിട്ട് ആ സ്റ്റിച്ചിലേക്ക്, അതായത് സെക്കൻഡ് റൗണ്ടിലെ ഫസ്റ്റിലേക്ക് ഒരു SC ആണ്, ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ, ശ്രദ്ധിക്കുക. എന്നിട്ട് ഞാൻ അതിനെ മാർക്ക് ചെയ്ത് വെച്ചു. ദെൻ ഇനി അങ്ങോട്ട് ഓരോ സ്റ്റിച്ചിലും ഓരോ സ്റ്റിച്ച് വീതം തന്നെ ചെയ്ത് കൊടുത്താൽ മതി. ഇൻക്രീസിങ് സ്റ്റിച്ച് തേർഡ് റൗണ്ടിൽ വരുന്നില്ല. അപ്പം അങ്ങനെ ഓരോ സ്റ്റിച്ചിലും ഓരോ സ്റ്റിച്ച് വീതം തന്നെ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് തേർഡ് റൗണ്ടും കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി തേർഡ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. ഓരോ സ്റ്റിച്ചിലും ഓരോ സ്റ്റിച്ച് വീതം ചെയ്തുള്ളൂ. അതുകൊണ്ട് ഇവിടെ 12 ആയിരിക്കും നമുക്ക് കിട്ടുന്ന സ്റ്റിച്ചസിൻ്റെ എണ്ണം. ഫോർത്ത് റൗണ്ട് ചെയ്യാം. ഫോർത്ത് റൗണ്ടിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് മാർക്കർ ഊരി ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു SC തന്നെ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഫോർത്ത് റൗണ്ടും നമ്മുടെ തേർഡ് റൗണ്ടിന് സെയിം വേ ആണ് ചെയ്യുന്നത്. അതായത് ഇൻക്രീസിങ് സ്റ്റിച്ച് വരുന്നില്ല. ഓരോ സ്റ്റിച്ചിലും ഓരോ സ്റ്റിച്ച് വീതം തന്നെ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു രീതിക്ക്, അതായത് തേർഡ് റൗണ്ട് ചെയ്ത സെയിം രീതിക്ക് നമുക്ക് ഫോർത്തും ചെയ്തെടുക്കാം.
അപ്പോൾ അതവിടെ 4th റൗണ്ടും ചെയ്തെടുത്തിട്ടുണ്ട്. 12 സ്റ്റിച്ചസ് തന്നെയായിരിക്കും നമുക്ക് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും കിട്ടുക. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത ആവശ്യമാണ്. ഇനി ചെയ്യേണ്ട കാര്യം അതിങ്ങനെ മുകളിലേക്ക് ആക്കുക. എന്നിട്ട് അതായത് നല്ല സൈഡ് മുകളിൽ കാണുന്ന പോലെ ആക്കുക. എന്നിട്ട് ഇതിങ്ങനെ മടക്കുക ഹാഫാക്കിയിട്ട് കേട്ടോ. അങ്ങനെയായിരിക്കും ഇതായിരിക്കും നമ്മുടെ ഇയറിൻ്റെ ആവശ്യം. അപ്പോൾ ഇനിയിപ്പോൾ ഈ ചെയ്ത് വെച്ച സംഭവം ഫിനിഷ് ചെയ്യാനായിട്ട് ഞാൻ ചെയ്യുന്നത് ഈ ഫസ്റ്റ് സ്റ്റിച്ചില്ലേ നമ്മൾ ആദ്യം ചെയ്തേ സ്റ്റിച്ച് മാർക്കർ ഇട്ടേ അതിൻ്റെ അകത്തേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാണ്. ഇങ്ങനെ ചെയ്തിട്ട് കണ്ടോ ഇതിങ്ങനെ വലിച്ച് എടുത്തു. ഇപ്പോൾ ഇതാ നമ്മുടെ ഇയർ ഇവിടെ ഫസ്റ്റ് ഇയർ ഇവിടെ കംപ്ലീറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനൊരു യാണിൻ്റെ പീസ് എടുത്ത് ചെയ്തതുകൊണ്ട് എനിക്കിപ്പോൾ ഇത് കട്ട് ചെയ്യേണ്ടി വന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് അവസ്ഥ ഇപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുന്നത്. നിങ്ങൾക്ക് ആക്ച്വലി ഇത് കുറച്ചുകൂടെ ലെങ്ത്തിൽ ഉണ്ടാവുമല്ലോ, ഇതിൻ്റെ ബാക്കി യാണുണ്ടാവും. അപ്പോൾ ഇത് ഇത്ര ചെറുതായി കഴിഞ്ഞ് ഇത് സീ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് തുന്നി ചേർത്ത് എടുക്കണമല്ലോ, ഐ മീൻ ഹെഡിൽ അറ്റാച്ച് ചെയ്യണമല്ലോ. അപ്പോൾ നിങ്ങൾ ഇത് ആക്ച്വലി ഒരു നീഡിൽ അറ്റാച്ച് ചെയ്ത് ഇത് ഹെഡിലേക്ക് അറ്റാച്ച് ചെയ്യാനുള്ള ലെങ്ത്ത് വിട്ടിട്ട് വേണം ഇത് കട്ട് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഒരു ഇയറും കൂടെ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ സെക്കൻഡ് ഇയർ കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതിന് കണ്ടോ നേരത്തെ പറഞ്ഞ പോലെ തുന്നി എടുക്കാനുള്ള അറ്റാച്ച് ചെയ്യാനുള്ള ഒരു ലെങ്ത്തിൽ ഞാൻ വിട്ടിട്ടാണ് കട്ട് ചെയ്തത്. ഇനി നമുക്കിത് നീഡിൽ അറ്റാച്ച് ചെയ്യുക. എന്നിട്ട് ഈ സംഭവം ഉണ്ടല്ലോ ഇതിങ്ങനെ വയ്ക്കുക. അതായത് ഈ യാൺ എൻഡ് ഇങ്ങനെ ഒരു കോർണറിൽ വരുന്ന പോലെ വെച്ചിട്ട് നമുക്കിനി ഇതൊന്ന് ചേർത്ത് തുന്നിയെടുക്കണം. അതായത് ഇങ്ങനെ കണ്ടോ 2 സ്റ്റിച്ചസ് ഇല്ലേ നേരെ നേരെ വരുന്ന 2 സ്റ്റിച്ചസിൻ്റെ അതോടെ അങ്ങനെ കയറ്റിയിട്ട് ഇങ്ങനെ ഒന്ന് ചേർത്ത് തുന്നിയെടുക്കുക. അങ്ങനെയാണ് ഇതിൻ്റെ ഇയേഴ്സ് ശരിയാക്കി എടുക്കുന്നത്. കണ്ടോ ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്നാക്കി കൊടുത്താൽ കണ്ട ശരിക്കും ഒരു ചെവിയുടെ ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി മസിലാണ് ചെയ്യുന്നത് നമ്മൾ അതിൻ്റെ. അപ്പോൾ അതിനായിട്ടും മാജിക് റിങ് ഇട്ട് കൊടുക്കുക. വൈറ്റ് കളറ് കോട്ടൺ 4 പ്ലൈ ആണ് എടുത്തിരിക്കുന്നത്. നമ്മൾ വൈറ്റ് കളറ് ഇതിന് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, ബാക്കി എല്ലാ പാട്ടും യെല്ലോ വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ അതിലും ഈ പറഞ്ഞ പോലെ ഒരു ഇത് മാജിക് റിങ് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് 6 സിംഗിൾ ക്രോഷ്യ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. 1 2 3 4 5 and 6 മാജിക് റിങ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഈ ഓരോ സ്റ്റിച്ചിലും ഈ 6 എണ്ണത്തിലും നമ്മൾ ഇയറൊക്കെ ചെയ്ത പോലെ ഹെഡൊക്കെ ചെയ്ത പോലെ ഇൻക്രീസിങ് ചെയ്യാം. ഓരോന്നിലും ഈ 2 സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് 12 കിട്ടും റൗണ്ട് ടു ഫിനിഷ് ആയി കഴിയുമ്പോൾ. ഇതിപ്പോൾ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റിച്ച് മാർക്കർ അറ്റാച്ച് ചെയ്യാം കേട്ടോ. ഈ ഫസ്റ്റ് വണ്ണിൽ ഇനിയിപ്പോൾ കൺഫ്യൂഷൻ വേണ്ട, സ്റ്റിച്ച് മാർക്കർ അറ്റാച്ച് ചെയ്തേക്കുക. ഇപ്പോൾ ഈ റൗണ്ട് 2 കൂടെ ഉള്ളൂ ഈ സംഭവത്തിൽ, അതുകൊണ്ടാണ് പിന്നെ വേണമെങ്കിൽ ചെയ്താൽ മതി. പക്ഷേ കൺഫ്യൂഷൻ വരാതിരിക്കാൻ ആഡ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ സെക്കൻഡിൽ ചെയ്തു, തേർഡിൽ ചെയ്യണോ, ഫോർത്തിൽ ചെയ്യുന്നു, ഫിഫ്ത്തിൽ ചെയ്യണോ, സിക്സ്ത്തിൽ ചെയ്യണോ. അപ്പോൾ ഇതിൻ്റെ വർക്ക് ഇവിടെ ഈ 2 റോസോടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. എന്നിട്ട് ഈ ഫസ്റ്റിൽ സ്റ്റിച്ച് മാർക്കർ കിടന്ന് അതിൻ്റെ അകത്തേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതങ്ങോട്ട് ക്ലോസ് ചെയ്യാം സംഭവം. ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇങ്ങനെ എടുത്ത് ടൈറ്റ് ചെയ്ത് സംഭവം ഫിനിഷ് ചെയ്യാം. കണ്ടോ? അപ്പോൾ അത് റെഡി. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് അതിൻ്റെ ആ നോസ് ഒന്ന് തുന്നിയെടുക്കണം. അതിനായിട്ട് ഇതാ എംബ്രോയിഡറി ത്രെഡ് ഇല്ലേ ബ്ലാക്ക്, അതൊരു നീഡിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു സെൻറ്റർ പോർഷൻ്റെ മുകളിലേക്കായിട്ട് ഇങ്ങനെ തുന്നി കൊടുക്കുക.
ഇതിപ്പോൾ ഒരു തവണ ആയിട്ടുള്ളൂ. അപ്പോൾ അത് കുറച്ചുകൂടി കട്ടിക്ക് വേണമല്ലോ, അതുകൊണ്ട് ഒരു 2-3 തവണയും കൂടെ അടുപ്പിച്ച് സെയിം ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ ആ ടോപ്പ് പോർഷൻ നമുക്ക് കിട്ടി. ഇനി ബോട്ടം ഇങ്ങനെ ഒരു വെർട്ടിക്കൽ ലൈനൂടെ ചെയ്യണം. ഇതിനെങ്ങനെ എടുത്തിട്ട് നേരെ ഇതിൻ്റെ ഈ ബോട്ടമിലേക്ക് കുത്തി കൊടുക്കുക. ഇതാ, അപ്പോൾ അതുകൂടെ റെഡിയായി. ഇനി നേരെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ വരിക. ഈ ബ്ലാക്ക് യാണും കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് തമ്മിലൊന്ന് ടൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതും അങ്ങോട്ട് ബാലൻസ് കട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ബാലൻസ് വൈറ്റും ഇതും ഞാൻ ഏതാണ്ട് ഇതിൻ്റെതായി മിഡിൽ പോർഷനിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് അതും കട്ട് ചെയ്ത് മാറ്റി തന്നെയാണ്. കണ്ടോ? ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ സംഭവം ഇങ്ങനെ ഫേസിലേക്ക് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് സൂചി നൂല് യൂസ് ചെയ്തിട്ട് നമ്മുടെ മെഷീൻ ത്രെഡില്ലേ, മെഷീനിൽ യൂസ് ചെയ്യുന്ന കനം കുറഞ്ഞ് അത് എടുത്താൽ മതി. എന്നിട്ട് ഇത് സാധാ സൂചി നൂല് കോർത്തിട്ട് ഇതിലെ ഇങ്ങനെ തുന്നിയെടുക്കുക. സാധാരണ നമ്മൾ തുണിയൊക്കെ തുന്നത്തില്ല, അതുപോലെ തുന്നിയെടുക്കാം. പക്ഷെ എനിക്ക് പൊതുവെ തുന്നൽ മടിയുള്ളതായതുകൊണ്ട് ഞാനിവിടെ എളുപ്പത്തിനിപ്പോൾ ഈ ഒരു ഗ്ലൂ ഇല്ലേ, ഇത് വെച്ചിട്ടാണ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്താലും മതി. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിലേക്കാണ് ഗ്ലൂ ആക്കി കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ബാലൻസ് ഉള്ള എൻഡ്സൊക്കെ ഒന്ന് ഇവിടെ ഇരുന്നോളും, ഒതുങ്ങിയിരുന്നോളും. ഇതിൻ്റെ മുകളിലേക്ക് ഗ്ലൂ ആക്കിയിട്ട് അതിനെ ഇങ്ങനെ ഫേസിലേക്ക് എവിടെ ഇപ്പോൾ നമ്മൾ ബാക്കിയൊന്നും വെച്ചിട്ടില്ലല്ലോ, ഇയേഴ്സോ ഐസോ ഒന്നും വെച്ചിട്ടില്ല, അതുകൊണ്ട് എവിടെയായാലും കുഴപ്പമില്ല, അങ്ങ് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഗ്ലൂ തേച്ച് ഇങ്ങനെ അമർത്തി അവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കുറച്ചൊന്ന് അമർത്തി പിടിക്കണം, എങ്കിലേ ഈ ഗ്ലൂ ഫിക്സ് ആവുള്ളൂ. അപ്പം ഇനി നമ്മുടെ ഇയറുടെ ഹെഡിൽ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ ഒന്ന് നോക്കുക കേട്ടോ. 1 2 3 ഈ 3 റൗണ്ട്സിൽ ഈ 3 റൗണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ടോപ്പിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെ ഇരിക്കും. 1 2 3 കഴിഞ്ഞിട്ട്, 3യുടെ മേലെയല്ല, 3 കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ അത് ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഈ പൊസിഷൻ വേണമെങ്കിൽ ഒന്ന് ഫിക്സ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ മാറിപ്പോവാണ്ടൊക്കെ ഇരിക്കണമെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ബീഡഡ് പിൻസ് ഇല്ലേ, ആ ബീഡഡ് പിൻസ് വെച്ചിട്ട് വേണമെങ്കിൽ ഇതിങ്ങനെ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മൾ തുന്നിയെടുക്കുന്ന സമയത്ത് അത് പൊസിഷൻ മാറിപ്പോവില്ലല്ലോ. അപ്പം അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇനി ഈ എൻഡ് നമുക്ക് നീഡിൽ അറ്റാച്ച് ചെയ്യുക. എന്നിട്ട് അപ്പോൾ ആദ്യം തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് എടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഇയറിലൂടെ ബാക്കിലേക്കാണ് എടുക്കുന്നത്. ഇനി ബാക്കിൽ ചെന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വരിക. ഇവിടെ നിന്ന് ഇങ്ങനെ ഇതിൻ്റെ ബോട്ടം ഫ്രണ്ടിലേക്ക് വരിക. എന്നിട്ട് വീണ്ടും ഇയറിൻ്റെ അകത്തൂടെ വേണം സ്റ്റിച്ചിങ് ചെയ്യാനായിട്ട്. കണ്ടോ, ഇങ്ങനെ ബാക്കിലേക്ക് പോകണു. ഇനി ഇവിടെ ബേസിൽ വന്നിട്ട് വീണ്ടും ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വരുന്നു. വീണ്ടും ഇയറിലൂടെ ബാക്കിലേക്ക് പോകണു. ഇവിടെ ഇങ്ങനെ ബാക്ക് ചെന്നിട്ട് ഫ്രണ്ടിലേക്ക് എടുക്കുക. വീണ്ടും ഇവിടെ ഇങ്ങനെ ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുത്തേക്കുക. എന്നിട്ട് ഇയറിലൂടെ ബാക്കിലേക്ക് പോകണം. ഈ സമയത്തൊക്കെ നമുക്കിനി ഇത് റിമൂവ് ചെയ്യാം കേട്ടോ.
വീണ്ടും ഇവിടെ നിന്ന് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മളിതേ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഇത് ഫോമായിട്ട് ഇരിക്കുന്ന തരത്തിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. ഇനി ഞാൻ എന്താ ജസ്റ്റ് ഇതിനെ ഇങ്ങനെ പുറകിലേക്ക് എടുത്ത് നിർത്തുന്നുണ്ട്. കണ്ടോ, അപ്പോൾ ഇയർ ഇവിടെ അറ്റാച്ച് ആയി. ഇനി നമുക്ക് മറ്റേ ഇയറും കൂടെ ഇവിടെ വെച്ചിട്ട് അത് രണ്ടും കൂടെ ഇവിടെ ഒന്ന് ടൈ ചെയ്ത് കട്ട് ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതേപോലെ ലെഫ്റ്റ് സൈഡും അറ്റാച്ച് ചെയ്യുക. അപ്പോൾ ദാ ഇവിടെ സെക്കൻഡ് ഇയറും ഞാനിവിടെ ചെയ്തെടുത്തു. ഇനി നമ്മൾ ഈ ഫസ്റ്റ് വൺ ഇവിടെ കൊണ്ട് നിർത്തിയില്ലേ, അതേപോലെ ഈ സെക്കൻഡിൻ്റെയും ഈ ഒരു പൊസിഷനിൽ തന്നെ ഇങ്ങനെ കൊണ്ടുവരിക. എന്നിട്ട് നമുക്ക് ഈ ഫസ്റ്റിൻ്റെ സെക്കൻഡിൻ്റെയും കൂടെ ചേർത്ത് ഇതൊന്ന് ഇവിടെ ടൈ ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് വലിച്ച് മുറുക്കിയിട്ട് ഇത് തമ്മിൽ ഒന്ന് ഇതുപോലെ ഒരു 1-2 കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിവിടെ കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് ഈ സംഭവം ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അകത്തേക്ക് പോയി. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നീഡിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അകത്തേക്ക് ആക്കി കൊടുത്താൽ മതി. കണ്ടോ, ഇപ്പോൾ ഇവിടെ മൗത്തും ഇയേഴ്സും സെറ്റായി. ഇനി നമുക്ക് ഐസ് ചെയ്യാം. അപ്പോൾ ഇനി ഐസ് ചെയ്യണം. അപ്പോൾ ഇനി ഐസ് ചെയ്യാനുള്ള നെക്സ്റ്റ്. അപ്പോൾ അതിന് ജസ്റ്റ് ഒന്ന് പൊസിഷൻ ആദ്യം ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ചെയ്ത് കഴിഞ്ഞ് പിന്നെ മാറ്റാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഈ ബീഡഡ് പിൻസ് ഇല്ലേ, ഇത് തന്നെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒരു പൊസിഷൻ നോക്കുക കേട്ടോ. നിങ്ങൾക്ക് എവിടെയാണോ സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ അവിടെ ഞാനിപ്പോൾ ഇത് ഇൻസേർട്ട് ചെയ്തത് 1 2 3 4 5 6 7 ആണ് ഈ റോ. അതിൻ്റെ താഴെയിട്ട് കേട്ടോ. അതെ, ഇങ്ങനെ രണ്ട് സൈഡിലും വെച്ച് നോക്കി. അപ്പോൾ എനിക്കിത് ഒരുവിധം ഓക്കെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പൊസിഷൻ ഇഷ്ടമുള്ളിടത്ത് വെക്കുക. നിങ്ങൾക്ക് എവിടെയാണോ സ്യൂട്ടബിളായിട്ട് തോന്നുന്നത് അവിടെ പോലെ ഒന്ന് ബീഡഡ് പിൻ വെച്ച് ആദ്യം ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ ഐസ് ചെയ്ത് കൊടുക്കാം. ഇതും എംബ്രോയ്ഡറി ത്രെഡ് വെച്ചിട്ട് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. അതല്ലേ സേഫ്റ്റി ഐസ് മേടിക്കാനായിട്ട് കിട്ടും. പൊസിഷൻ ഫിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ ഐസ് ചെയ്യാം. അപ്പോൾ ദാ ഇത് റിമൂവ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് സൈഡിൽ നിന്ന് ദാ ഇങ്ങോട്ട്, ഇതാണല്ലോ, അങ്ങോട്ടേക്ക് ഞാൻ ദാ ഈ എംബ്രോയ്ഡറി ത്രെഡ് നീഡിൽ അറ്റാച്ച് ചെയ്തിട്ട് ഇങ്ങനെ എടുത്തു. ഇവിടെ അങ്ങനെ ഒരു എൻഡ് വിട്ടേക്കുക. എന്നിട്ട് നമ്മൾ എംബ്രോയ്ഡറി ചെയ്യണവർക്കൊക്കെ അറിയുണ്ടാവും, നമ്മളിങ്ങനെ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലേ, ഇങ്ങനെ നീഡിൽ ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ട് ആ സംഭവം കുറച്ച് അധികം നിങ്ങൾക്ക് എത്ര സൈസ് വേണം അതിനനുസരിച്ച് ഇങ്ങനെ ചുറ്റി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ കുറച്ച് 3 4 5 വളരെ ചെറിയ ഐസാവും. അപ്പോൾ ഞാനിതിപ്പോൾ എണ്ണിയൊന്നുമില്ല, ഇങ്ങനെ റാൻഡമായിട്ട് കാണിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലാവും ഈ ഒരു സൈസ്. എന്നിട്ട് ഇങ്ങോട്ട് തന്നെ ഇങ്ങനെ സെയിം ഇതിലേക്കല്ല, കുറച്ച് നീക്കിയിട്ട് ഇങ്ങനെ കുത്തണം. കുത്തിയിട്ട് ഇപ്പുറത്തെ ഐയില്ലേ അങ്ങോട്ടേക്കായിരിക്കണം ഇത് എടുക്കേണ്ടത്. ഈ നീഡിൽ ഇങ്ങനെ കണ്ടോ പൊക്കി എടുക്കേണ്ടത്. ഒരു കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത് സൂക്ഷിച്ച് ചെയ്യണേ, അല്ലെങ്കിൽ ഈ സാധനം കട്ട പിടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. മെല്ലെ ഇവിടെ ഇങ്ങനെ പിടിക്കുക, അല്ലെങ്കിൽ എല്ലാം കൂടെ അകത്തേക്ക് പോവും. എന്നിട്ട് ഇങ്ങനെ മെല്ലെ എടുക്കുക. കണ്ടോ, ഇപ്പോൾ ഒരു റൗണ്ട് ഷേപ്പ് ഐയുടെ പോലെ നമുക്ക് കിട്ടും. കണ്ടോ, ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി ഇതേപോലെ തന്നെ ഇവിടെയും കൂടെ ചെയ്തെടുക്കുക. വീണ്ടും ഈ നീഡിൽ ചുറ്റുക. എന്നിട്ട് ഇതിനെ
തിരിച്ച് നമ്മൾ ആദ്യം എടുത്തില്ലേ, ഇൻസേർട്ട് ചെയ്തില്ലേ, അങ്ങോട്ടേക്ക് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. തിരിച്ച് പതുക്കെ ചെയ്യുക. കണ്ടോ, അപ്പം നമ്മുടെ ഐസ് ഇവിടെ കിട്ടി. ഇനി ഈ രണ്ട് സംഭവങ്ങളും നമ്മൾ ഇയറിൻ്റെ ചെയ്ത പോലെ ഇവിടെ ഇങ്ങനെ കെട്ടിക്കൊടുക്കുക. എന്നിട്ട് ഇതിവിടെ ബാലൻസ് കട്ട് ചെയ്ത് മാറ്റാം. പ്രസ് ചെയ്യുമ്പോൾ അങ്ങനെ അകത്തേക്ക് പൊക്കോളും. ഇല്ലാതെന്നുണ്ടെങ്കിൽ നീഡിൽ വെച്ചിട്ട് ഇങ്ങനെ അകത്തേക്കാക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ ടെഡി ബെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കീ ചെയിൻ ഉണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ അറ്റാച്ച് ചെയ്ത് അത് ഒരു അടിപൊളി കീ ചെയിൻ ആയിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിലെ ഗിവ് എവേ വിന്നർ ആരാണെന്നൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ കമൻസ് ഹൈഡഡ് ആയിരിക്കും. ഫസ്റ്റ് ശരി ഉത്തരം കമൻറ്റ് ചെയ്യുന്ന ആളെ ആയിരിക്കും നമ്മൾ വിന്നറായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതാ ഇവിടെ നോക്കി അറിയാം, എല്ലാം ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ പബ്ലിഷ്ഡ് കമൻസ് ഒന്നുമില്ല. എല്ലാം ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഒന്നും കമൻസ് കാണാത്തത്. അപ്പോൾ ഇവിടെ പോയിട്ട് ഞാൻ എന്താ ഹോൾഡ് ചെയ്ത് വെച്ച കമൻസിന് ഓണാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ദാ കമൻറ്റ് ചെയ്ത എല്ലാവരുടെയും വന്നിട്ടുണ്ട്. ആ കമൻറ്റ് ചെയ്ത സെയിം ഓർഡറിലായിരിക്കും ഈ കമൻസ് വന്ന് കിടക്കുന്നത്. അപ്പം ഞാൻ ആദ്യം തന്നെ, അപ്പോൾ ഏറ്റവും ലാസ്റ്റ് കമൻറ്റ് ചെയ്ത ആളെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. അതായത് ആരാ, അനിത അനി ആണ് ലാസ്റ്റ് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. 18 hours ago ആണ്. അപ്പോൾ ഇനി അപ്പോൾ നമ്മുടെ വിന്നർ സ്വാഭാവികമായും ഏറ്റവും താഴെ കിടക്കുന്ന കമൻ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിങ്ങനെ ഓരോ കമൻറ്റ് നോക്കി പോകുമ്പോൾ അതിലെ ശരി ഉത്തരം കമൻറ്റ് ചെയ്ത ആൾക്കാരുടെ പേര് ഞാൻ വായിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ നോക്കി പോവാം. ഇതൊക്കെ ജസ്റ്റ് ഓരോ കമൻറ്റ്സ് ഇട്ടിരിക്കുന്നതാണ്. ഇവിടെ ഒരാൾ ആൻസർ ചെയ്ത് ഡിക്രീസ് സ്റ്റിച്ച് സ്ട്രോബെറി ട്യൂട്ടോറിയൽ വീഡിയോ, അതല്ല കേട്ടോ ആൻസർ. അപ്പം നമുക്ക് ഏറ്റവും ലാസ്റ്റ് ശരി ഉത്തരം കമൻറ്റ് ചെയ്തിരിക്കുന്ന ആൾ ആരാണെന്ന് ആദ്യം ഒന്ന് നോക്കാം. ഞാൻ ഒന്നുകൂടെ ക്ലോസ് ആയിട്ട് പിടിക്കാം, അപ്പം നിങ്ങൾക്ക് പേരൊന്നും കൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, നോക്കാം. രണ്ടാമതാളും കമൻറ്റ് ചെയ്തിരിക്കുന്നത് സ്ട്രോബെറി ആണ്. അല്ല, സ്ട്രോബെറി അല്ല, ക്രോഷ്യ ബേബി ബൂട്ടീസ്. കറക്റ്റ് ആൻസർ. അപ്പോൾ ബേബി ബൂട്ടീസിലാണ് നമ്മൾ കറക്റ്റ് ആ ഇത് ഡിക്രീസ് സ്റ്റിച്ച് നിങ്ങൾ പറഞ്ഞത് ശരിയാ. സ്ട്രോബെറി സ്റ്റിച്ചിലുണ്ട്, യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് സിംഗിൾ ക്രോഷ്യ ഡിക്രീസ് അല്ലേ, നമ്മളിവിടെ ഡബിൾ ക്രോഷ്യ ഡിക്രീസ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ബേബി ബൂട്ടീസിൻ്റെ ക്ലാസ്സിൽ മാത്രമാണ് ഇതിന് മുന്നേ അത് പഠിപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് കറക്റ്റ് ലാസ്റ്റ് ആൻസർ കറക്റ്റായിട്ട് ചെയ്തേക്കുന്ന സൗമ്യ മാത്യു ആണ്. പിന്നെ നെക്സ്റ്റ് നമുക്ക് ചോദിക്കാം, അല്ല നോക്കാം. വീഡിയോ എല്ലാം നല്ലപോലെ മനസ്സിലാവുന്നുണ്ട്. ഗുഡ് വീഡിയോ, താങ്ക് യു. ഫീഡ്ബാക്സ് ഒക്കെ നിങ്ങൾ എന്തായാലും ഇടണം കേട്ടോ വീഡിയോസിന്. മുഫീദ ബേബി ബൂട്ടീസ് കറക്റ്റായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. സ്റ്റാർ അല്ല, ക്രോസ് സ്ട്രോബെറീസ് അല്ല, ഡിക്രീസ് സ്റ്റിച്ച് കറക്റ്റാണ്. പക്ഷെ ഞാൻ ചോദിച്ച ഇത് ഡബിൾ ക്രോഷ്യ ഡിക്രീസ് അല്ലേ നമ്മൾ ഇതിൽ ചെയ്യുന്നത്, അത് ഏതിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ബേബി ബൂട്ടീസ് ജസ്ല ബൻഷീർ കറക്റ്റാണ് കേട്ടോ ആൻസർ. ബിഗ് ബാഗ് സെൻസിച്ചതല്ല. അപ്പോൾ ഇതാ മോളി രാജൻ ബേബി ഷൂസ് കറക്റ്റ് കണ്ടോ. DC 2 together അതാണ് നമ്മൾ ഈ ചെയ്തേക്കുന്ന ഇതിൻ്റെ പേര് കറക്റ്റായിട്ട് ആൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാ DC ഡബിൾ ക്രോഷ്യ 2 together ആണ് നമ്മൾ ചെയ്തേക്കണേ. അപ്പോൾ ലാസ്റ്റായിട്ടും കമൻറ്റ് ചെയ്തേക്കുന്ന ആളും ഇതാ നമ്മുടെ ഇവിടെ കമൻസ് ഇതാ നോക്കി അറിയാൻ കണ്ടു. ഇവിടെ ലാസ്റ്റ് കഴിഞ്ഞു, ഇനി താഴോട്ട് കമൻസ് ഇല്ല. അപ്പോൾ ഏറ്റവും ആദ്യം കമൻറ്റ് ചെയ്തേക്കുന്നത് 9 days ago
ഏറ്റവും ലാസ്റ്റ് കമൻറ്റ് ചെയ്തേക്കുന്ന ആള്, അതായത് നമ്മളിങ്ങനെ നോക്കി വരുമ്പോൾ ഏറ്റവും ലാസ്റ്റ്, പക്ഷേ നമ്മുടെ വിന്നർ ഫസ്റ്റ് കമൻറ്റ് ഇട്ടിരിക്കുന്ന ശരി ഉത്തരം കമൻറ്റ് ചെയ്തിരിക്കുന്ന ആള് മോളി രാജനാണ്. അപ്പം കൺഗ്രാറ്റുലേഷൻസ്. പിന്നെ ഈ ജസ്ല ബഷീറും ബേബി ബൂട്ടീസ് 9 days ago ആണ്. പക്ഷേ ഇത് കണ്ടോ, അവേഴ്സ് വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ അങ്ങനെ ചിലപ്പോൾ 22 മണിക്കൂർ മുന്നേ ആയിരിക്കാം, ആൾ ചിലപ്പോൾ 20 മണിക്കൂർ മുന്നേ ആയിരിക്കും. അപ്പോൾ ആ കറക്റ്റ് ഓർഡറിലായിരിക്കും ഇതിൽ കമൻറ്റ്സ് വന്ന് കിടക്കുക. അപ്പോൾ ഏറ്റവും ആദ്യം ശരി ഉത്തരം കമൻറ്റ് ചെയ്തിരിക്കുന്ന ആള് മോളി രാജനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വിന്നർ മോളി രാജനാണ്. പിന്നെ കറക്റ്റായിട്ട് ആളിതാ ഏത് സ്റ്റിച്ചാന്നുള്ള പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റ് DC ഡിക്രീസ്, അതായത് ഡബിൾ ക്രോഷി 2 ടുഗദർ നമ്മൾ ഇതിന് മുന്നേ ബേബി ബൂട്ടീസിൻ്റെ ക്ലാസ്സിലാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അത് കറക്റ്റായിട്ട് ആൻസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ വിന്നർ അപ്പോൾ മോളി രാജനാണ് കേട്ടോ.